ഹായ് ഹലോ എവ്രിയോൺ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു കറക്കത്തിനും കൂടുതൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാരണം മതിയില്ലേ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നല്ല പ്രകൃതിയൊക്കെ അന്ന് ആസ്വദിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി. വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കാതെ പുറത്തിറങ്ങി എവിടെയെങ്കിലും ഒക്കെ പോവുക. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു നല്ല മലഞ്ചെരുവിൽ പോയിരുന്ന് സായാഹ്നം ആസ്വദിക്കുക, നല്ല പ്രഭാതം ആസ്വദിക്കുക, കുറച്ച് നടക്കാൻ പോവുക. ഇതൊക്കെയാണ് ജീവിതത്തെ മാറ്റി തീർക്കുക. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അലയുന്ന തേനീച്ചകളാണ് തേൻ ശേഖരിക്കുക. പിന്നെ ഇതാ താഴെ വന്ന് വെയിറ്റ് ചെയ്യലാണ്. ഒരാൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. വന്നിട്ട് ഇതേ അവൾ വന്നേ പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നല്ല എക്സസൈസ് ആയിരുന്നു. ഞങ്ങളെ സൽസ്വഭാവിയായ വണ്ടി നല്ല പണി കൊടുത്ത്. ഇവിടുത്തെ തണുപ്പൊക്കെ കാരണം വണ്ടിക്കങ്ങ് വയ്യ. 4 കിക്ക് കൊടുത്ത് ചൂടായാലേ അത് സ്റ്റാർട്ട് ആവത്തുള്ളൂ. പിന്നെ രാവിലെ 6 മണിക്കൊക്കെ പോകാനായിരുന്നു പ്ലാന്. പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റ് ആയത് കാരണം 9 മണിയായി. എന്നാലും സാരമില്ല, ഇവിടുത്തെ 9 മണി രാവിലെ പോലെ തന്നെ നല്ല തണുപ്പും ഒക്കെ. അങ്ങനെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ കാരണം എനിക്ക് സബ്സ്ക്രൈബർ വേണം. കൂടെ ഒരാളെ കൂടി വരുന്നുണ്ട്, അവളെയും കൂടി പിക്ക് ചെയ്യാൻ പോകണം. അങ്ങനെ ഇതാ ഞങ്ങൾ പുറപ്പെട്ട് മെഡിക്കൽ ലീവൊക്കെ കഴിഞ്ഞ് ഒരു 10-20 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന നല്ല സന്തോഷം എൻ്റെ ഫേസ് കാണാനുണ്ട്. കൂടെ കുറച്ച് പിമ്പിൾസ്, നല്ല ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായത് കാരണം ഒരുപാട് പ്രോബ്ലംസ് ഫേസിലുണ്ട്. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ലിയർ ആയി. ഞാൻ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ആഴ്ചയായി. ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ലേറ്റായിപ്പോയി, കുറച്ച് തിരക്കൊക്കെ കാരണം. അപ്പോൾ ഇതാ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇത് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയം എന്ന് പറഞ്ഞൊരു മ്യൂസിയമാണിത്, ഭോപ്പാലിലുള്ള. ടിക്കറ്റിന് 50 റുപ്പീസാണ് ഈച്ച് പേഴ്സൺ. പിന്നെ സ്റ്റുഡൻസിനൊക്കെ എന്തൊക്കെയോ ഓഫേഴ്സ് ഉണ്ട്. ഇതാണ് നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി തന്നെ കറങ്ങി കാണാൻ പറ്റും. കാറാണെങ്കിൽ കാറ്, ബൈക്കാണെങ്കിൽ ബൈക്ക്. കാരണം 200 ഏക്കറിലാണ് മൊത്തം മ്യൂസിയം ഇരിക്കുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക കൺട്രികളിലും ആദ്യകാല മനുഷ്യർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് അതേപോലെ തന്നെ അവരവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഒത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കില്ലേ നമ്മൾ പലരും. അങ്ങനത്തെവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മളൊക്കെ ജനിക്കുന്ന ഒരുപാട് വർഷം മുന്നേ ജീവിച്ചിരുന്നവർ യൂസ് ചെയ്തിരുന്ന വീടും പാത്രങ്ങളും പിന്നെ ഭക്ഷണ രീതികളും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മെയിൻ മ്യൂസിയം ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ ആകെ കാണാൻ പറ്റും. അവരുടെ കളക്ട് ചെയ്ത ഒരുപാട് ഒറിജിനൽ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്ത ഡ്രസ്സും അവർ കൈ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഇത് ഡ്രസ്സിങ് ഡിസൈൻ രീതികളും അങ്ങനെയൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ തെണ്ടി ഓരോ വീടും കാണാൻ തുടങ്ങി. മാത്രമല്ല ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ആ വീടുമായിട്ട് റിലേറ്റ് ചെയ്ത ഹിസ്റ്ററികളും ഏത് സ്ഥലമോ ഏത് കൺട്രിയിലാണ് അങ്ങനെ ജീവിച്ചിരുന്നതും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതും 2 ലാംഗ്വേജിൽ. നമ്മൾ ഈ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ലിപി ഉണ്ടല്ലോ, അതെല്ലാം അങ്ങനെയൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും വായിച്ച് റിസ്ക് എടുക്കാൻ വേണ്ടി പോയില്ല, ടൈം കളഞ്ഞില്ല. കാണുമ്പോൾ അത്ര വലിയ സ്ട്രോങ് അല്ലാന്ന് തോന്നും, പക്ഷെ നല്ല സ്ട്രോങ് ആയിരുന്നു. ഞങ്ങൾ നടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ പോലും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അത് മുള കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും കൂടിയിട്ട് നല്ല വാട്ടർ പ്രൂഫായ ഇൻറ്റീരിയറും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അന്നത്തെ കാലത്തും ആൾക്കാർ ജീവിച്ചിരുന്നത്. പിന്നെന്താ, ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, കാരണം അന്ന് സ്വാഭാവികം കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ കണ്ട വീടുകളിലൊന്നും ബാത്റൂമില്ല കേട്ടോ. അന്നത്തെ കാലത്ത് ബാത്റൂം ഇല്ലായിരുന്നു തോന്നുന്നു, ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഇവിടെ വന്ന് കാണാൻ ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെ തന്നെ കേട്ടോ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നല്ല അടിപൊളിയാണ്. അത് കിച്ചൺ. ഇത് ബാത്റൂമാ. പക്ഷേ ഈ വിവരമില്ലാത്തവൾ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഉല്ലുക്കപ്പട്ട. ഉല്ലുക്കപ്പട്ട ആകെ ചൽ. ദുഷ്ടൻ എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ?
പിന്നെ ഇതാ കുറച്ചൊക്കെ നടന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും അടുത്ത് തുടങ്ങി. ഒരു 11:30 സമയമായി കേട്ടോ ഇവിടെ ഇത്രയും ഒരു ഇളം വെയിൽ തന്നെ വരാനായിട്ട്. എന്നാലും നല്ല തണുപ്പാണ്. ഞങ്ങൾ ഡ്രസ്സിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ നല്ല തണുപ്പാണ്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇതുപോലത്തെ സ്ഥലം വന്ന് കാണാൻ പറ്റിയ ഒരു ടൈം കേട്ടോ. നല്ല റിലാക്സാണ് മൈൻഡിന്. എന്താ പറയുക, ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസ് വേണമെന്നൊന്നുമില്ല. ഇന്ത്യക്ക് വെളിയിലും വലിയ വലിയ സ്ഥലങ്ങളിലും ഒന്നും പോകണമെന്നില്ല. നമ്മൾ താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലായാലും നമ്മൾ യാത്ര ചെയ്യണം. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. പിന്നെ പലരും പല രീതിയായിരിക്കുമല്ലോ അവരവരുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ കണ്ടെത്തുന്ന ഓരോ വഴികൾ. എനിക്കിങ്ങനെ ഇഷ്ടം കേട്ടോ. എനിക്കൊന്ന് വെളിയിൽ പോയാൽ മതി, ഞാൻ പിന്നെ ഓക്കെ ആവും. ഞാനേ അങ്ങനെ വളഞ്ഞ പറ്റി വന്ന് കയറിയതല്ല. ഞാൻ അഭിനയം പഠിച്ചതാ, ആക്ടിങ് പഠിച്ചവനാണോ ഞാൻ. നീ എവിടെ പോയടാ പഠിച്ചത്? നീ എവിടെ പോയി പഠിച്ചത്? ഹൈദരാബാദിൽ. ഹൈദരാബാദിൽ എവിടെ? രാമോ. പിന്നെന്താ, നല്ല ടൈം പാസ്സാണ്. കാരണം ഒരുപാട് കാണാനും ഉണ്ട്, ഒരുപാട് നടക്കാനും ഉണ്ട്. ഓരോ വീടും നല്ല അകലങ്ങളിലായിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചില വീടൊക്കെ കാണുമ്പോൾ കയറി താമസിച്ചാലോ എന്ന് തോന്നും. നല്ല മുറ്റവും നല്ല വരാന്തയും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഭിത്തിയിലൊക്കെ ഒരുപാട് രൂപങ്ങളൊക്കെ കൊത്തി പണിതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. നല്ല രസമുണ്ടോ? എനിക്ക് പേടിയാവുന്നു. നിങ്ങളൊക്കെ എവിടെ പോയി? 5 പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. ഇപ്പൊ ഒരു പ്രേതം ഫ്രണ്ട് ചാടി എന്ത് ചെയ്യാനാ? ഹായ് ഹലോ, എല്ലാം പ്രേതം ചെയ്തോളൂ അല്ലേ? ഹായ് ഹലോ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഞാൻ പറയും പ്രേതം സബ്സ്ക്രൈബ് മൈ ചാനൽ. സരസു, സുമതി, നിങ്ങ പറഞ്ഞിട്ടുണ്ടോ? വാടപ്പൊക്കെ പിടിക്കണ്ട, പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു ചെന്നല്ലോ. മോട്ടി അവിടെ കിടക്കരുത്. വേഗം വാ. ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? വീടിൻ്റെ അകത്ത് നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്പെക്സ് ഊരാൻ വേണ്ടി മറന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി അധികം ഇരുട്ടായിരുന്നു. വെളിയിലിറങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഞങ്ങളെ ഓർമ്മ വന്നേ. ഞങ്ങളെപ്പോലൊക്കെ ഏതോ സരസും സുമതിയോ ഫോട്ടോക്ക് പോസ് കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത്. മയൂരസിംഹാസനമല്ല, പിന്നെ എന്റെ പണ്ട് മരിച്ചു പോയി ചക്രവർത്തി ഇരുന്ന് ഭരിച്ച കസേരയാത്. ചക്രവർത്തി ഇരുന്ന കസേരയാന്നത്. അയാൾ വരുമ്പോ ഞാനങ്ങ് മാറിക്കൊടുത്താ പോരെ. ഭ്രാന്തനെ കൊണ്ട് തോറ്റിടാം. നമുക്ക് കിരീടം അടിച്ചോണ്ട് പോകാം. വാ പെട്ടെന്ന് തപ്പ്. അണ്ണാ, എന്ത് वंडी एल्लम पुराना जमाने में लोग जाते थे ना इसमें. दुबली पतली लोग जा सकते हैं, हम नहीं. ഏകദേശം സമയം 1:30-2 മണിയൊക്കെ ആവാറായപ്പോഴാണ് അത്യാവശ്യം വെയിലൊക്കെ വന്നത്. എന്നാലും നല്ല തണുപ്പും നല്ല വെയിലും നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് പോകാനും ഓരോന്ന് കാണാനും ഒക്കെ ആയിട്ട്. ഏത് ഭാഗത്തോട്ട് പോകണമെന്ന് കൺഫ്യൂസായി പോകും. കാരണം ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും ഒന്നിനൊന്ന് മെച്ചമായ ഒരു വ്യൂ ആയിരിക്കും കാണുന്നത്. जाना कहाँ है? इधर या उधर या उधर? इधर come on, explore the in the house. Vaikola house. कच्चा हाउस. कच्चे
ഞങ്ങൾ നടന്ന് 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 മടുത്തു അല്ലേ? അത്യാവശ്യം കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും മടുക്കും കേട്ടോ. നടന്ന് നടന്ന് മടുക്കും. പക്ഷെങ്കിൽ കണ്ണിന് കാഴ്ചകളൊന്നും കണ്ട് മടുക്കൂല. എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയൊക്കെ പോകാൻ. എനിക്കറിയത്തില്ല എല്ലാവർക്കും ഓരോ എക്സ്പീരിയൻസ് ആണെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറയുന്നുണ്ടല്ലോ. ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കാരണം അത്രക്കും മൈൻഡിനെ ഫ്രീ ആയിട്ട് നമ്മിങ്ങനെ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ആരെങ്കിലും എന്നെപ്പോലെ ഇങ്ങനെ കാണാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. സരസു സുമതി നിങ്ങ പറഞ്ഞിട്ട് नो मुझे समझ में नहीं आएगा कहाँ से गैस निकल। गैस नहीं, सीधा खाने ही निकल जाएगा। नो 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 ഇതല്ല മറ്റേ സാധനം, മറ്റേ പല്ലക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പെണ്ണിനെ കൊണ്ടുവന്ന് നടുക്കിയിരിക്കുന്നത്. ये शायद टेम्पल है क्या? ആ ഇതാന്ന് തോന്നുന്നു പണ്ടത്തെ വൈറ്റ് ഹൗസ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഇപ്പോൾ വൈറ്റ് കളറ് മാത്രമുള്ളൊരു വീട്. അവിടെയുള്ള പാത്രങ്ങളും വൈറ്റ് കളറ്. പിന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ആനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം വൈറ്റ് കളറ്. അപ്പം എൻ്റെ ഒരു ഊഹത്തിൽ പണ്ടത്തെ വൈറ്റ് ഹൗസ് ഇതായിരിക്കാം. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അവ പിന്നെ ഇന്നത്തെ വിജയം ആഘോഷിക്കട്ടെ. കറങ്ങാൻ പോകുമ്പോൾ മെയിൻ ഒരു ഉദ്ദേശം കൂടിയുണ്ട്, ഫുഡ് അടി. തലേദിവസം തന്നെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റുണ്ടാക്കിയ പഴംപൊരിയാണ്. വിളിക്കുന്ന പോലെ ഉണ്ടായിനെ. ഇത് കേരളത്തിൽ നിന്ന് വാങ്ങിച്ച പഴമാ. തുമ്നെ ഖാ സക്തെ. കൂടുതലുള്ളവരെക്കാളും കൂടുതൽ പട്ടികളുടെ എണ്ണം പതിയെ പതിയെ കൂടിയപ്പോൾ പതിയെ എഴുന്നേറ്റ് അവിടുന്ന് സ്ഥലം വിട്ടു. തീർന്നില്ല, ഒരുപാട് ഇനിയും നടക്കാനുണ്ട്. ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കാണാൻ. ജോലി ജോലിയല്ലേ? ഓയിൽ മെഷർമെന്റ് ചെക്കർ കിണ്ണം ജോലി കേൾക്കുമ്പോൾ തന്നെ അറിയാം. കിണ്ണം ജോലി എണ്ണക്കുഴിയിൽ എണ്ണ ഉണ്ടോ നോക്കണം. ഇങ്ങനെ എത്തി നോക്കിയാ പോരെ? നിന്റെ കുഞ്ഞമ്മനെ പിന്നെ കെന്റിൽ വെള്ളം കൊണ്ട് എത്തിയൊക്കെ പോലെ അല്ല, തിളച്ച് കിടക്കുന്ന എണ്ണ കുഴിക്കാത്ത അറബി തല കുത്തനെ കെട്ടി ഇറക്കും, എന്നിട്ട് പറഞ്ഞു നോക്കണ എണ്ണ ഉണ്ടാകുന്നു. അപ്പൊ അളവെടുക്കണേ. നല്ല ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഒരു ക്യാൻറ്റീൻ കൂടി അവിടെ ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന അതേ രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷേ എന്താ വയറ്റുഭാഗ്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അന്ന് അവിടെ ആ ക്യാൻറ്റീൻ ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് മെയിൻ മ്യൂസിയത്തിലോട്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ അവർ കളക്ട് ചെയ്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മ്യൂസിയം. ഇപ്പം നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ മ്യൂസിയത്തിലോട്ടാണ്. ഒരുപാട് സ്റ്റുഡൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ ടൂറായിട്ട് വരാനും അവർക്ക് ഓരോന്ന് കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്തി ആയി പോവുകയും ചെയ്യും. നിങ്ങളും ബോറടിക്കും, സംസാരിച്ച് ഞാനും മടുക്കും. നമുക്ക് പെട്ടെന്ന് കാണാം.
ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആലഹ അൽ ഒട്ടഹ. അതായത് दे दो तो एक ही को दे दी फिर गए दे दो सर इधर से मार दो वो इधर ही है। ये छोटा वाला वो वाला ये वाला नहीं यार ये छोटा वाला मैंने वही देखा. ഒരുപാട് പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് നാട്ടിൽ നിന്നൊക്കെ ഞാൻ കഴിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം കണ്ടപ്പെട്ടെ. അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റിയായിരുന്നു. ഞങ്ങൾ എത്തി പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പുള്ളിക്കാരി വന്ന് ഒരുപാട് പറിച്ചു. आंटी गिरना मत आप. പിന്നെ ഈ വീടായിരുന്നു ഞങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് തപ്പി കണ്ടുപിടിച്ച വീട്. ഇത് നമ്മളെ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പാല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്ത് പൊക്കിക്കൊണ്ടുവന്നൊരു വീടാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. വായോ, ഇവിടെ രണ്ടുപേര് നല്ല ഡിസ്കഷനായി വീടിനെ കുറിച്ച്. നമുക്കും കേൾക്കാം. ഒട്ടും വിവരമില്ലാത്തത്, ഒത്തിരി പോലും അറിവില്ലാത്ത ആളോട് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. किचन रूम वगैरह सब। और मैंने फिर ये वो सब रूम्स है, अलग अलग रूम। वो भी भाई प्रेयर करते हैं सब लोग। स्पाइसी बोल दो, थोड़ा सा लग रहेंगी. कौन सा वेजिटेबल बोल दो? क्यों नॉनवेज में मिलेगा क्या? नहीं वेजिटेबल मैगी। मैगी में तो फिर नॉनवेज मैगी थोड़ी मिलेगा. में अलग अलग मैगी स्वीट वो है ना आपने फ्रेंच फ्राइज. आया चीज कॉर्न पिज्जा मैंने एक चीज कॉर्न पिज्जा। और मैगी में कौन सा चाहिए? പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് പോയി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സായാഹ്നം ആസ്വദിക്കുക, നല്ല പ്രഭാതം ആസ്വദിക്കുക, കുറച്ച് നടക്കാൻ പോവുക. ഇതൊക്കെയാണ് ജീവിതത്തെ മാറ്റി തീർക്കുക. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അലയുന്ന തേനീച്ചകളാണ്